ട്രെയിൻ യാത്രയ്ക്കിടെ ദമ്പതികളുടെ ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ 4 ഹരിയാന സ്വദേശികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. 17.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കോയമ്പത്തൂർ സ്വദേശിനി സതീദേവിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ റെയിൽവേ പോലീസ് പറയുന്നത് ഇങ്ങനെ: നവംബർ 13-ന് ചെന്നൈയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ കാഞ്ചീപുരം ഗോകുലം നഗർ വീട്ടിൽ വാസുദേവൻ സതീദേവി ദമ്പതികളുടെ ബാഗിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. പട്ടാമ്പിയിൽ വണ്ടി ഇറങ്ങിയ ഇവർ ബന്ധുവിൻ്റെ കല്യാണ വീട്ടിൽ എത്തി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത്. സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്നും മോഷണം പോയതെന്നറിയാതെ പിന്നീട് ദമ്പതികൾ കോയമ്പത്തൂരിലെ വീട്ടിലും പരിശോധന നടത്തി. അവിടെയും സ്വർണ്ണാഭരണങ്ങൾ ഇല്ലെന്നു മനസ്സിലാക്കിയ രമാദേവി ഡിസംബർ 5-നാണ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇതിനിടെ സമാനമായ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റെയിൽവേ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ 53.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളുടെ ഫോട്ടോ ലഭിക്കുകയും പിന്നീട് അനിൽ മാത്യുവും സംഘവും കോഴിക്കോട്ടെത്തി രമാദേവിയുടെ സാന്നിധ്യത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതോടെയാണ് 17.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ സംഘമാണ് മോഷ്ടിച്ചതിന് പിന്നിലെന്ന് മനസ്സിലായി. തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം 4 ഹരിയാന സ്വദേശികളായ പ്രതികളെ ഡിസംബർ 11-ന് RPF അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രമാദേവിയുടെ ബാഗിലുണ്ടായിരുന്ന ലോങ് ചെയിൻ, കടകവള, മോതിരം, വള എന്നിങ്ങനെ ആകെ 17.25 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ചത്. ട്രെയിൻ യാത്രയ്ക്ക് വരുന്നവരുടെ ബാഗ് പിടിക്കാൻ സഹായിക്കാനെന്ന പേരിൽ എത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനിടയിൽ പിന്നീട് ആരുമറിയാതെ മിനിറ്റുകൾക്കുള്ളിൽ മോഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് RPF പറഞ്ഞു. നഷ്ടപ്പെട്ട ഭൂരിഭാഗം സ്വർണ്ണാഭരണവും റിക്കവറി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഹരിയാന സ്വദേശികളായ 63-കാരൻ ദിൽബാഗ്, 43-കാരൻ ജിതേന്ദ്രൻ, 36-കാരൻ മനോജ് കുമാർ, 43-കാരൻ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ ദിൽബാഗാണ് മോഷണം നടപ്പാക്കുന്നയാൾ. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി RPF കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ.